بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما نافعا يا رب العالمين. പ്രിയമുള്ളവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹു, സഹാബിയുടെ ജീവചരിത്രം പഠിക്കുന്ന ഒരാൾ ഏറെ മനസ്സിലാക്കേണ്ടതും ഇസ്ലാമിക ചരിത്രം അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാൾ വളരെ ഗൗരവത്തിൽ അഹ്ലുസുന്നത്തുൽ ജമാഅ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നറിയേണ്ട ഒരു ചരിത്ര സംഭവമാണ് കർബല യുദ്ധം. നബി കുടുംബത്തിലെ 80ഓളം ആൾക്കാർ കൊല്ലപ്പെട്ട, ഷഹീദാക്കപ്പെട്ട ഒരു യുദ്ധമാണ് കർബല. കർബല എന്നുള്ളത് ചരിത്രത്തിൽ അറിയപ്പെട്ടൊരു പേരാണ്, ഹദീസുകളിൽ വന്നൊരു പേരാണ് കർബല. ഇറാഖിലെ ചരിത്ര പ്രസിദ്ധമായ കൂഫക്കടുത്തുള്ള ഒരു പ്രദേശമാണ് കർബല. ഹദീസിലും ഈ രീതിയിലുള്ള കർബല എന്ന പദം വന്നിട്ടുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ഇസ്തഅ്ദന മലകുൽ ഖത്രി അൻ യസൂറ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഴ ഏൽപ്പിക്കപ്പെട്ട മലക്ക് അള്ളാഹുവിനോട് അനുവാദം ചോദിച്ചു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിക്കാൻ വേണ്ടി, സിയാറത്തിന് വേണ്ടി. അള്ളാഹു ആ മലക്കിന് അനുവാദം കൊടുത്തു. മലക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരുന്ന സമയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിരുന്നു. അള്ളാഹുവിന്റെ റസൂല് ഭാര്യമാർക്കിടയിൽ ദിവസങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അന്ന് ആ മലക്ക് സന്ദർശിക്കാൻ വരുന്ന ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിരുന്നു. മലക്ക് വന്നപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമയോട് വാതിൽക്കൽ നിൽക്കാൻ ആവശ്യപ്പെട്ടു. വാതിൽക്കൽ നിന്ന് ആരെയും അകത്തേക്ക് കടത്തി വിടരുത്. ഇഹ്ഫളി അലൈനൽ ബാബ്, റൂമിലേക്ക് ആരെയും കടത്തി വിടരുത് എന്ന് പറഞ്ഞ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ആ വീട്ടിന്റെ റൂമിന്റെ വാതിൽക്കൽ നിൽക്കുകയാണ്. അകത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കുമായി സംസാരിക്കുന്നു. ആ സമയം ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹു അവിടത്തേക്ക് ഓടി വന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ തടഞ്ഞു നിർത്തിയപ്പോ തട്ടി മാറ്റി അകത്തേക്ക് പ്രവേശിച്ചു. ചെറിയ കുട്ടിയാണ്. ഉമ്മു സലമയെ തട്ടി മാറ്റി റൂമിന്റെ അകത്തേക്ക് പ്രവേശിച്ചു. നേരെ ചെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുമലിലേക്ക് കയറിയിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 കരങ്ങൾ കൊണ്ടും ആ മകനെ ശരീരത്തോട് ചേർത്ത് പിടിച്ച് ആ മകന് ചുംബനങ്ങൾ നൽകി, സ്നേഹം പ്രകടിപ്പിച്ചു. ഈ സമയത്ത് വന്ന മലക്ക് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, താങ്കൾ ഈ മകനെ ഇഷ്ടപ്പെടുന്നുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, ഞാൻ എൻ്റെ ഈ മകനെ ഇഷ്ടപ്പെടുന്നു. ആ സമയത്ത് ആ മലക്ക് ചോദിച്ചു, താങ്കൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ താങ്കളുടെ ഉമ്മത്തിനാൽ താങ്കളുടെ ഈ മകൻ കൊല്ലപ്പെടും. താങ്കൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ കൊല്ലപ്പെടുന്ന സ്ഥലം ഞാൻ താങ്കൾക്ക് കാണിച്ചു തരാം.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം നൽകി. ആ മലക്ക് ഒരു പിടി മണ്ണുമായിട്ട് വന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ആ മണ്ണിനെ സംബന്ധിച്ച് വിശേഷിപ്പിച്ചത് അത് ചുവപ്പ് കലർന്ന ഒരു മണ്ണായിരുന്നു. ആ മണ്ണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ തന്റെ വസ്ത്രത്തിൽ ശേഖരിച്ച് എടുത്തു വെച്ചു. ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്, റാവി പറയുമായിരുന്നു, ആ നാടിന് നമ്മൾ കർബല എന്ന് പറയുമായിരുന്നു. അങ്ങനെ ഹദീസുകളിൽ വന്ന ഒരു പേരാണ് കർബല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രണ്ട് മക്കളെ ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു, അതീവ സ്നേഹം പ്രകടിപ്പിച്ച ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഹിജ്റ 61 ഒരു വലിയ ചതിയുടെ, വഞ്ചനയുടെ അനന്തരഫലമായി കൂഫയിലേക്ക്, ഈ കർബലയിലേക്ക് ആനയിക്കപ്പെടുകയാണ്. ആ സമയത്ത് അവിടെ എത്തിയ സമയം ഹുസൈൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇതേതാണ് സ്ഥലം? അപ്പൊ പറഞ്ഞു, ഇത് കർബലയാണ്. ആ സമയത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കർബുൻ വബല. കർബ് എന്ന് പറഞ്ഞാൽ അറബിയിൽ പ്രയാസം, ബല എന്ന് പറഞ്ഞാൽ പരീക്ഷണം. പ്രയാസവും പരീക്ഷണവും ഉള്ള സ്ഥലമാണ് കർബല എന്ന് പറയുന്നത്. എന്നിരുന്നാലും ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദാക്കപ്പെട്ട ആ ഒരു മണ്ണ്, അതുപോലെ തന്നെ നബി കുടുംബത്തിലെ 80-ൽ പരം ആൾക്കാർ ഷഹീദാക്കപ്പെട്ട, അവരുടെ ചോര ചിന്തിയ ആ മണ്ണ് ഇന്ന് മുഹറം 10 അന്ന് കണ്ണീരൊലിപ്പിക്കുന്ന, ദുഃഖാചാരണം നടത്തുന്ന, ഹുസൈൻ റളിയല്ലാഹുവിന്റെ പേരിൽ തെരുവിൽ ചോരക്കളമുണ്ടാക്കുന്ന ഷിയാക്കള്, അവർ ആ മണ്ണിനെ പവിത്രമായി കാണുന്നു. അത് കാപട്യമാണ്. അവരുടെ ഈ കണ്ണീര് മുതലക്കണ്ണീരാണ്. അവരുടെ ബഹ്റുൽ അൻവാർ എന്നൊരു കിതാബ്, ഷിയാക്കളുടെ ഹദീസിന്റെ കിതാബാണ്. അൽ ഇമാം മജ്ലിസി എന്ന അവരുടെ പണ്ഡിതൻ രേഖപ്പെടുത്തിയ ഹദീസുകൾ, അതില് ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പേ കർബല എന്ന സ്ഥലത്തെ അള്ളാഹു പവിത്രമാക്കി എന്ന് പറയുന്നുണ്ട്. അതിനെ പവിത്ര ഭൂമിയായിട്ടാണ് അവർ കാണുന്നത്, പുണ്യഭൂമിയായിട്ടാണ് അവർ കാണുന്നത്. അത് വെറും കാപട്യമാണ് അവരുടെ. എന്നിരുന്നാലും ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹു സഹാബാക്കൾക്കിടയിൽ എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന, സ്നേഹിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. ഹിജ്റ 4-ാം വർഷമാണ് ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. ഹിജ്റ 2-ാം വർഷം ബദർ യുദ്ധാനന്തരം അലി ഫാത്തിമ ദമ്പതിമാരുടെ വിവാഹം കഴിഞ്ഞു. ഹിജ്റ 3-ന് ഒന്നാമത്തെ മകൻ ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു ജനിച്ചു. അലി റളിയല്ലാഹു അൻഹു ഹർബ് എന്ന് പേരിട്ടു ആ മകന്, യുദ്ധം എന്നർത്ഥം. കാരണം അലി ധീര യോദ്ധാവാണ്. ഹർബ് എന്ന് പേര് വെച്ചു അലി റളിയല്ലാഹു അൻഹു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പേര് തിരുത്തി. എന്നിട്ട് എൻ്റെ ഈ മകന് ഞാൻ ഹസൻ എന്ന് പേര് വെക്കുന്നു. റസൂലാണ് ഹസൻ എന്ന് പേര് വെച്ചത്. അങ്ങനെ ഹിജ്റ 4-ാം വർഷം 2-ാമത്തെ മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ജനിച്ചു. അന്നേരവും അലി റളിയല്ലാഹു അൻഹു ഹർബ് എന്ന് പേര് വെച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി ഹുസൈൻ എന്ന് പേര് വെച്ചു. അതിസുന്ദരമായ 2 നാമങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ 2 മക്കൾക്ക് നൽകി. ആ 2 മക്കൾക്കും അഖീഖ അറുത്തതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. തീർത്തും അള്ളാഹുവിന്റെ റസൂലിന്റെ സംരക്ഷണത്തിൽ, റസൂലിന്റെ തർബിയത്തിൽ വളർന്ന 2 മക്കളാണ്. സഹാബാക്കളും ആ സ്ഥാനം ആ മക്കൾക്ക് നൽകിയിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
ഹുമ റൈഹാനതായ ഫിദ്ദുന്യ, എൻ്റെ ഈ രണ്ട് മക്കള് ദുനിയാവിൽ എൻ്റെ സുഗന്ധമാണ്. മറ്റൊരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുമ സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന, എൻ്റെ ഈ രണ്ട് മക്കള് സ്വർഗത്തിൽ യുവാക്കളുടെ നേതാക്കന്മാരാണ്. മറ്റൊരു ഹദീസിൽ രണ്ട് മക്കളെയും അള്ളാന്റെ റസൂൽ ചേർത്ത് പിടിച്ചിരുത്തി, അടുത്തിരുത്തി, എന്നിട്ട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുഹുമ, അല്ലാഹുവേ ഈ രണ്ട് മക്കളെ ഞാൻ ഇഷ്ടപ്പെടുന്നു, ഫഅഹിബ്ബഹുമ, അല്ലാഹു നീയും ഈ രണ്ട് മക്കളെ ഇഷ്ടപ്പെടണമേ. റസൂലിന്റെ ദുആ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഒരു ദഅവത്ത്, ഒരു ഭക്ഷണത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടു. ഒരു വീട്ടിലെ സൽക്കാരത്തിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ ക്ഷണിക്കപ്പെട്ടു. റസൂൽ ആ സൽക്കാരത്തിലേക്ക് പോകുന്ന വഴിയിൽ ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹു കുട്ടികൾക്കോടൊപ്പം കളിക്കുന്നത് കണ്ടു. തന്റെ പേരക്കുട്ടിയെ കണ്ട റസൂല് സ്നേഹപ്രകടനത്തിനായിട്ട് രണ്ട് കൈ നീട്ടി ഹുസൈൻ്റെ അടുക്കലേക്ക് പോയി. ഹുസൈൻ റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയാണ്. റസൂലിന്റെ കരങ്ങൾ തട്ടി മാറ്റി കുതറിയോടി. അള്ളാഹുവിന്റെ റസൂല് പിറകെ ഓടി. അങ്ങനെ പിടിച്ചിട്ട് ഹദീസിന്റെ കിതാബിൽ കാണാം, റസൂലിന്റെ ഇടത് കൈ പിറകിൽ പിരടിയിലും വലത് കൈ താടിയിലും ചേർത്ത് പിടിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചുണ്ടുകൊണ്ട് ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹുവിന്റെ ചുണ്ടിൽ ചുംബിച്ചു എന്ന് കാണാം. അത്രയും സ്നേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകടിപ്പിച്ച രണ്ട് മക്കളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കെ രണ്ട് മക്കള് പള്ളിയിലേക്ക് കയറി വന്നു. അള്ളാഹുവിന്റെ റസൂൽ ഖുതുബ നിർത്തി താഴെ ഇറങ്ങി രണ്ട് മക്കളെയും ചേർത്ത് പിടിച്ച് തിരിച്ചു വന്ന് ഖുതുബ പുനരാരംഭിച്ചു. അത്രയും സ്നേഹം അള്ളാഹുവിന്റെ റസൂൽ പ്രകടിപ്പിച്ചിരുന്നു. അഹ്ലുൽ കിസ എന്നറിയപ്പെടുന്ന അസ്ഹാബുൽ കിസ എന്ന ചരിത്ര സംഭവമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം രാത്രി അലി ഫാത്തിമ ദമ്പതിമാരുടെ വീട്ടിൽ വന്നു വാതിൽ മുട്ടി. അലിയും ഫാത്തിമയും രണ്ട് മക്കളും പുറത്തേക്ക് വന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മേൽ വസ്ത്രം എടുത്ത് ആ നാലാൾക്കാരെയും ചേർത്ത് പിടിച്ചു. അഞ്ചാൾക്കാരും മൊത്തം, റസൂലും അലി, ഫാത്തിമ, ഹസൻ, ഹുസൈൻ, ഈ അഞ്ചാൾക്കാരും ആ പുതപ്പിനുള്ളിലായിരുന്നു. എന്നിട്ട് റസൂൽ പറഞ്ഞു, അല്ലാഹുമ്മ ഹഉലാഇ അഹ്ലി ബൈത്തി, അല്ലാഹുവേ ഇതാണ് എൻ്റെ കുടുംബം, അദ്ഹിബ് അൻഹുമുർ റിജ്സ്, എല്ലാ മോശത്തരങ്ങളും മ്ലേച്ഛതകളും അല്ലാഹുവേ ഇവരിൽ നിന്ന് നീക്കണമേ, വതഹിറുഹും തത്ഹീറ, ഇവരെ നീ ശുദ്ധീകരിക്കണമേ. റസൂലിന്റെ ദുആ. അതാണ് അസ്ഹാബുൽ കിസ എന്നറിയപ്പെടും ആ കുടുംബം. അങ്ങനെ എല്ലാ രീതിയിലും സഹാബാക്കളും റസൂലൊക്കെ പരിഗണിച്ച് താലോലിച്ച് വളർത്തിയ രണ്ട് മക്കളാണ് ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുമ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഖുലഫാഉർ റാഷിദീങ്ങൾ എല്ലാ പരിഗണനയും ആ രണ്ട് മക്കൾക്കും നൽകി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് സഹാബാക്കളുടെ മക്കൾക്ക് നൽകിയിരുന്ന വേതനം, ഖജനാവിൽ നിന്നും അവർക്ക് നൽകിയ ഓഹരിയിൽ അതിലേറ്റവും കൂടുതൽ ഓഹരി നൽകിയത് ഈ രണ്ട് മക്കൾക്കാണ്. വലിയ മുതിർന്ന സഹാബാക്കൾക്ക് നൽകുന്ന ഓഹരിയാണ് ഈ രണ്ട് മക്കൾക്ക് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നൽകിയത്. ആ രീതിയിൽ സഹാബാക്കൾ പരിഗണിച്ചു. അവസാനം ഉമർ അള്ളാഹിന്റെ ഭരണം കഴിഞ്ഞു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും അജ്മഈൻ ഖുലഫാഉർ റാഷിദീങ്ങളുടെ ഭരണശേഷം ഹിജ്റ 40 അലി റളിയല്ലാഹു അൻഹുവിന്റെ ഷഹാദത്തോടുകൂടി മകൻ ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തു. 6 മാസം ഭരണം നടത്തി. ആ 6 മാസം പൂർത്തിയാകലോടുകൂടി ഖിലാഫത്ത് 30 വർഷം പൂർത്തിയായി. കാരണം 4 ഖുലഫാഉർ റാഷിദീങ്ങൾ 29 വർഷവും 6 മാസവും, ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു 6 മാസം, അങ്ങനെ മൊത്തം 30 വർഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിലാഫത്തിന്റെ കാലമായി പഠിപ്പിച്ചത് 30 വർഷം. ആ 30 വർഷം പൂർത്തിയായി. ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു 6 മാസം ഭരണം നടത്തി. പിന്നീട് ആ സ്ഥാനം ഒഴിഞ്ഞ്
മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുമ സഹാബിയെ ഭരണമേൽപ്പിച്ചു. ആ ഭരണമാറ്റം അത് എല്ലാവരും അംഗീകരിച്ചതാണ്. സഹാബാക്കൾ എല്ലാവരും ആ ഭരണമാറ്റം അംഗീകരിച്ചു, എല്ലാവരും അത് സ്വീകരിച്ചു. മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെ എല്ലാവരും ബൈഅത്ത് ചെയ്തു, ഖലീഫയായിട്ട് അംഗീകരിച്ചു. ഹിജ്റ 40. അന്ന് ഹസൻ റളിയല്ലാഹു അൻഹു ഭരണമൊഴിഞ്ഞ് മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെ ഭരണമേൽപ്പിക്കാൻ ഒരു കാരണമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഈ മകൻ ഒരു സയ്യിദാണ്. എൻ്റെ ഉമ്മത്തിൽ 2 വിഭാഗം ആൾക്കാർക്കിടയിൽ ഇവൻ സുൽഹ് ഉണ്ടാക്കും, രഞ്ജിപ്പുണ്ടാക്കുമെന്ന് ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നടപ്പാകുന്നത് ഹിജ്റ 40. ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു സ്ഥാനമൊഴിഞ്ഞു. കാരണം അന്ന് പ്രശ്നം അതിരൂക്ഷമായിരുന്നു. രാഷ്ട്രീയ പ്രശ്നം, ആഭ്യന്തര പ്രശ്നം, ഇസ്ലാമിക ഭരണത്തിനുള്ളിൽ പ്രശ്നങ്ങൾ അങ്ങനെ കലുഷിതമായി നടക്കുന്ന സമയം ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു സ്ഥാനമൊഴിഞ്ഞ് ഒരു വലിയ അനൈക്യത്തിൽ നിന്നും മുസ്ലിം സമുദായത്തിൻ്റെ ഒരു ഐക്യം സൃഷ്ടിച്ചു. മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭരണപാഠം കൊണ്ട്, അദ്ദേഹം ആ കഴിവ് കൊണ്ട് ആ ഒരു അനൈക്യം ഇല്ലാതാക്കി മുസ്ലിങ്ങളെ ഒന്നിപ്പിച്ചു, ഏകോപിപ്പിച്ചു. കാരണം സിറിയക്കാരന്ന് പൂർണ്ണമായും അമവി കുടുംബത്തെ അംഗീകരിക്കുന്നവരായിരുന്നു. അതുമല്ല, അവർ നേത്രപരമായിട്ട് കുടുംബപാരമ്പര്യമായി ഒരു നേത്രപാഠവുമുള്ള ഒരു കുടുംബമാണ് അമവി കുടുംബം. കാരണം അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു മക്കത്തെ നേതാവാണ്. അത് തന്നെ മുആവിയത്ത് ബിൻ അബി സുഫിയാൻ അദ്ദേഹത്തിന്റെ മകനാണ്. ആ ഒരു നേത്രപാഠവും കൊണ്ടാണ് അദ്ദേഹം ആ ഒരു വലിയ പ്രശ്നം പരിഹരിച്ച് മുസ്ലിങ്ങളെ ഏകോപിപ്പിച്ച് ഐക്യത്തിലുണ്ടാക്കിയത്. അങ്ങനെ അദ്ദേഹം 20 വർഷം ഭരണം നടത്തി. പൂർണ്ണമായും സമാധാനപരമായ ഭരണം. അങ്ങനെ ഹിജ്റ 61 മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയം മകൻ യസീദ് ബിൻ മുആവിയ അദ്ദേഹം ഭരണമേൽപ്പിച്ചു. യസീദ് ബിൻ മുആവിയ ഭരണമേറ്റെടുത്തു. പക്ഷെ ആ ഭരണമാറ്റം പ്രമുഖരായ ചില സഹാബാക്കൾ അംഗീകരിച്ചില്ല. അതിൽ പ്രധാനപ്പെട്ട് 3 സഹാബാക്കളാണ്. ഒന്ന് ഹുസൈൻ ബിൻ അലി, അതുപോലെ തന്നെ അബ്ദുല്ലാഹ് ബിൻ സുബൈർ, അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ ബിൻ അബി ബക്രിൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഈ പ്രഗത്ഭരായ 3 സഹാബാക്കൾ ഈ ഭരണമാറ്റം അംഗീകരിച്ചില്ല. അവർ യസീദിന് ബൈഅത്ത് ചെയ്തില്ല. അതിനവർ പറഞ്ഞ 2 കാരണങ്ങൾ. ഒന്ന്, ഹസൻ റളിയല്ലാഹു അൻഹു ഭരണ സ്ഥാനമൊഴിഞ്ഞ് മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു ഭരണം നൽകിയപ്പോൾ പറഞ്ഞത്, മുആവിയത്ത് ബിൻ അബി സുഫിയാന്റെ കാലശേഷം മുസ്ലിമീങ്ങൾ അവരിൽ ഒരാളെ ഖലീഫയായി തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതൊന്നാമത്തെ കാരണം. രണ്ടാമത്തത്, അന്ന് യസീദ് ബിൻ മുആവിയ ഭരണം ഏറ്റെടുക്കുന്ന സമയം അദ്ദേഹത്തെക്കാൾ പ്രഗത്ഭരായ, ആ സ്ഥാനത്തിന് അർഹരായ കുറെ ആൾക്കാർ അന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഈ 2 കാരണങ്ങൾ പറഞ്ഞിട്ടാണ് ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹു ആ ബൈഅത്ത് അംഗീകരിക്കാതിരുന്നത്, ആ ഖിലാഫത്ത് അംഗീകരിക്കാതിരുന്നത്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ അത് ശരിയാണ്. മറുഭാഗത്ത് മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു ചെയ്തത് പൂർണ്ണമായും ശരിയാണ്. അദ്ദേഹം ഒരിക്കലും തെറ്റല്ല ചെയ്തത്. മകനെ ഭരണമേൽപ്പിച്ചത് അതൊരു വലിയ രാഷ്ട്രീയ പാഠമായിരുന്നു. കാരണം ആ മകനെ ഏൽപ്പിക്കുന്നതിലൂടെ അദ്ദേഹം മുസ്ലിമീങ്ങളുടെ ഐക്യമാണ് പരിഗണിച്ചത്. മുസ്ലിമീങ്ങളുടെ ഐക്യം, അതേപോലെ തന്നെ സമാധാനപരമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ് മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു ഉദ്ദേശിച്ചത്. അദ്ദേഹത്തിന്റെ ഭാഗം പൂർണ്ണമായും ശരിയാണ്. ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹു യസീദ് ബിൻ മുആവിയയുടെ ഈ സ്ഥാനം അംഗീകരിച്ചിട്ടില്ല എന്നറിഞ്ഞ കൂഫക്കാര് അദ്ദേഹത്തെ നിരന്തരമായി കത്തെഴുതി അദ്ദേഹത്തെ കൂഫയിലേക്ക് ക്ഷണിച്ചു. നിങ്ങൾ ഇങ്ങോട്ട് വാ, നമ്മൾ ഇവിടുന്ന് നിങ്ങളെ
ഖലീഫയായിട്ട് അംഗീകരിക്കാം എന്നുള്ളത്. നിരന്തരമായി ഈ കത്തുകൾ വന്നപ്പോൾ ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അളയപ്പാന്റെ മകൻ മുസ്ലിം ബിൻ അഖീലിനെ കൂഫയിലേക്ക് പറഞ്ഞയച്ചു. കാരണം അലി റളിയല്ലാഹുവിന്റെ സഹോദരനാണ് അഖീൽ ബിൻ അബി താലിബ്. അഖീലിന്റെ മകനാണ് മുസ്ലിം, തന്റെ അളയപ്പാന്റെ ഉപ്പാന്റെ സഹോദരന്റെ പുത്രൻ. അപ്പൊ മുസ്ലിം ബിൻ അഖീലിനെ ഹുസൈൻ റളിയല്ലാഹു കൂഫയിലേക്ക് പറഞ്ഞയച്ചു. അവിടുത്തെ അവസ്ഥ എന്താണ്, എങ്ങനെയാണ് അവസ്ഥ എന്ന് പരിശോധിക്കാൻ നോക്കാൻ ഒരു ദൂതനായിട്ട് അദ്ദേഹത്തെ പറഞ്ഞയച്ചു. അദ്ദേഹം അവിടെ ചെന്നു. കുഫക്കാരൊക്കെ അദ്ദേഹം സന്തോഷത്തോടെ അവരെ സ്വീകരിച്ചു. എല്ലാ രീതിയിലുള്ള പിന്തുണയും പ്രഖ്യാപിച്ചു. ഈ സന്തോഷ വാർത്ത മുസ്ലിം ബിൻ അഖീൽ ഹുസൈൻ റളിയല്ലാഹു നൽകി. ഇന്നത്തെ പോലെ പെട്ടെന്ന് വാർത്ത എത്തിക്കാൻ കഴിയില്ല. അദ്ദേഹം അവിടുന്ന് ആ വാർത്ത ഒരാൾ മുഖേന മദീനയിലേക്ക് പറഞ്ഞയച്ചു. ഹുസൈൻ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്നും മക്കയിലേക്ക് വന്നു. ഈ വിവരം കിട്ടി, മുസ്ലിം ബിൻ അഖീൽ പറഞ്ഞയച്ച ആളെത്തി, വിവരം കിട്ടി അവിടെ അനുകൂല അവസ്ഥയാണ്, പെട്ടെന്ന് കൂഫയിലേക്ക് വരണം എന്ന രീതിയിൽ അദ്ദേഹം എല്ലാ രീതിയിലും യാത്രക്ക് സന്നദ്ധ അറിയിക്കുകയും അതിനുവേണ്ടി ഒരുങ്ങുകയും ചെയ്തു. ഇതറിഞ്ഞപ്പോ പ്രഗത്ഭരായ അന്ന് ജീവിച്ചിരിക്കേണ്ടുന്ന സഹാബാക്കൾ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ പ്രഗത്ഭരായ സഹാബാക്കളൊക്കെ വന്ന് ഇദ്ദേഹത്തെ എതിർത്തു. ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹുവിനെ എതിർത്തു. നിങ്ങൾ കൂഫയിലേക്ക് പോകരുത്, കൂഫക്കാർ ചതിയന്മാരാണ്, വഞ്ചകരാണ്. താങ്കളുടെ പിതാവിനെ, അതാ അലി ബിൻ അബി താലിബിനെയും ഹസൻ ബിൻ അലിനെയും അവർ വകവരുത്തിയതുപോലെ താങ്കളെയും അവർ വകവരുത്തും. അവരെ വിശ്വസിച്ച് നിങ്ങൾ പോകരുത് എന്ന് പ്രഗത്ഭരായ എല്ലാ സഹാബാക്കളും തടഞ്ഞു. പക്ഷെ ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹു പോകാൻ ഉറച്ചിരുന്നു. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക്, ഇന്നഹും ലാ യൻസുറുക, അവർ ഒരിക്കലും താങ്കളെ സഹായിക്കൂല, കാരണം അവർ ചതിയന്മാരാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു രണ്ട് കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ അനുവാദം കൊടുത്തു. ഒന്നെങ്കിൽ ദുനിയാവിലുള്ള ജീവിതം, അല്ലെങ്കിൽ ആഖിറം തിരഞ്ഞെടുക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഖിറം തിരഞ്ഞെടുത്തു. താങ്കൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ഭാഗമാണ്. താങ്കൾ ഒരിക്കലും ദുനിയാവ് തിരഞ്ഞെടുക്കരുത്, ആഖിറം തിരഞ്ഞെടുക്കണം, താങ്കൾ പോകരുത്. പക്ഷെ ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഞാൻ കൊല്ലപ്പെടുന്നുണ്ടെങ്കിൽ അത് മക്കയിൽ നിന്നാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, മക്കയുടെ പവിത്രത കളങ്കമുണ്ടാക്കും. ആ ഒരു ഭാഷയിലാണ് അദ്ദേഹം പുറപ്പെടുന്നത്. പക്ഷെ മുസ്ലിം ബിൻ അഖീൽ അവിടുത്തെ ആ അനുകൂല അവസ്ഥ ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അറിയിച്ചു. ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹു യാത്രക്കൊരുങ്ങാണ്. ആ സമയത്താണ് പെട്ടെന്നൊരു ദിവസം കൂഫക്കാർ കൂറുമാറി, അവരുടെ ചതിപ്രയോഗങ്ങൾ ആരംഭിച്ചു. പൂർണ്ണമായിട്ടും മുസ്ലിം ബിൻ അഖീലിനെയും കൂടെയുള്ളവരും അവർ വകവരുത്തി. മുസ്ലിം ബിൻ അഖീൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു വൃദ്ധയുടെ വീട്ടിൽ, ഹാനി ബിൻ ഉർവ എന്നും ഒരു വൃദ്ധയുടെ വീട്ടിൽ അഭയം പ്രാപിച്ചു. പക്ഷെ മുസ്ലിം ബിൻ അഖീലിനെ കൊണ്ടുവരുന്ന ആൾക്ക്, അദ്ദേഹത്തെ കിട്ടുന്ന ആൾക്കാർക്ക് ഒരു വലിയ സമ്മാനത്തുക അവർ ഇനാം പ്രഖ്യാപിച്ചതിലൂടെ ഇത് ഹാനി ബിൻ ഉർവയുടെ മകൻ ആ അത്യാഗ്രഹത്താൽ സമ്പത്തിന് ആഗ്രഹിച്ചുകൊണ്ട് പട്ടാളക്കാരെ വിവരം അറിയിക്കുകയും പിടിച്ച് കൊണ്ടുപോവുകയും ചെയ്തു കൊട്ടാരത്തിലേക്ക്. ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് എന്ന കൂഫയിലെ ഗവർണറെ വീട്ടിലേക്ക് കൊണ്ടുപോയി, കൊട്ടാരത്തിലേക്ക്. അവിടുന്ന് ആ കൊട്ടാരത്തിന്റെ ഏറ്റവും മുകളിൽ നിന്നും തള്ളി താഴെയിട്ട് മുസ്ലിം ഇബ്നു അഖീലിനെ അവർ വധിച്ചു. മരണപ്പെടുന്നത് തൊട്ട് മുമ്പ് അദ്ദേഹം ഒരാളെ സമീപിച്ച് അവരോട് പറഞ്ഞു, ഞാൻ എൻ്റെ അവസാനത്തെ ഒരു വസിയത്ത്, എൻ്റെ ഈ വിവരം, ഈ അവസ്ഥയാണ് എനിക്കുള്ളത് എന്നുള്ളത് ഹുസൈൻ ബിൻ അലിയെ അറിയിക്കണം. കാരണം ഞാൻ മുമ്പ് അറിയിച്ച വിവരം എന്താണ്, അനുകൂല അവസ്ഥയാണ്, കുഫയിലേക്ക് വരാൻ പറഞ്ഞിട്ടുള്ള അവസ്ഥയാണ്. ഈ പെട്ടെന്ന് അവർ കൂറുമാറി ചതിച്ച് വഞ്ചകരായ വിവരം ഹുസൈൻ ബിൻ അലി റളിയല്ലാഹുവിനെ അറിയിക്കാൻ അദ്ദേഹം ഒരാളെ വസിയത്ത് ചെയ്തു. പക്ഷെ അത് അറിയിക്കുന്നതിന് മുമ്പേ ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു മക്കയിൽ നിന്നും കൂഫയിലേക്ക് പുറപ്പെട്ടു. മുസ്ലിം ബിൻ അഖീലിനെ വധിച്ച വിവരം വഴിയിൽ വെച്ച് ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അറിഞ്ഞു. കൂഫക്കാർ കൂറുമാറിയിട്ടുണ്ട്, വഞ്ചകരായിട്ടുണ്ട് എന്നുള്ള വിവരം അദ്ദേഹം അറിഞ്ഞു.
അദ്ദേഹം തിരിച്ച് മക്കയിലേക്ക് തിരിച്ച് മക്കയിലേക്ക് തന്നെ വരാൻ തീരുമാനിച്ചു. പക്ഷേ യസീദ് ബിൻ മുആവിയയുടെ ഗവർണർ ഉബൈദുല്ലാഹി ബിൻ സിയാദ് അദ്ദേഹത്തെ തടഞ്ഞു. ക്രൂരനാണ്. യസീദ് ബിൻ മുആവിയക്ക് ഹുസൈൻ ബിൻ അലി റളിയല്ലാഹുവിന്റെ ഷഹീദിൽ കൊല്ലപ്പെട്ടതിൽ യാതൊരു പങ്കും ഇല്ല. അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ സലഫി പണ്ഡിതന്മാരൊക്കെ ആ രീതിയിലാണ് വിശദീകരിച്ചത്. അദ്ദേഹം ഒരിക്കലും ഹുസൈൻ ബിൻ അലി റളിയല്ലാഹുവിനെ കൊല്ലാൻ കൽപ്പിച്ചില്ല. കാരണം തടയാനും തിരിച്ച് മക്കയിലേക്ക് പറഞ്ഞയക്കാനുമാണ് കൽപ്പിച്ചത്. കാരണം അദ്ദേഹം കൂഫയിലേക്ക് വരുന്നത് അവിടെ ഭരണം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു ആഭ്യന്തര പ്രശ്നം പിന്നീട് ഉണ്ടാക്കുമെന്ന രീതിയിലാണ് യസീദ് ബിൻ മുആവിയ അദ്ദേഹത്തെ തിരിച്ചയക്കാൻ ഉബൈദുല്ലാഹി ബിൻ സിയാദിനോട് കൽപ്പിച്ചത്. പക്ഷെ ഉബൈദുല്ലാഹി ബിൻ സിയാദ് ഈ നബി കുടുംബം 80-ൽ പരം ആൾക്കാരടങ്ങുന്ന ഈ നബി കുടുംബത്തെ, അഹ്ലു ബൈത്തിനെ അവിടെ തടഞ്ഞു നിർത്തുകയും യസീദ് ബിൻ മുആവിയെ കാണാൻ അങ്ങോട്ട് പറഞ്ഞയക്കുകയോ അതല്ല തിരിച്ച് മക്കയിലേക്ക് പറഞ്ഞയക്കുകയോ ചെയ്യാതെ അവരെ തടഞ്ഞു വെച്ചു. ഹുസൈൻ റളിയല്ലാഹു അൻഹു 2 കാര്യം തീരുമാനിച്ചു. ഒന്ന്, ഭരണാധികാരി യസീദ് ബിൻ മുആവിയെ ചെന്ന് കാണണം, അല്ലെങ്കിൽ മക്കയിലേക്ക് തിരിച്ചു പോകണം. ഇത് രണ്ടും അനുവദിക്കാതെ ഉബൈദുല്ലാഹി ബിൻ സിയാദിന്റെ പട്ടാളക്കാർ അദ്ദേഹത്തെ തടഞ്ഞു. അങ്ങനെ മുഹറം 10 അന്ന് ഒരു വെള്ളിയാഴ്ച ദിവസം ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹു അന്ന് നോമ്പുകാരനായിരുന്നു. ഉബൈദുല്ലാഹി ബിൻ സിയാദിന്റെ പട്ടാളക്കാര് ആ നബി കുടുംബത്തെ മുഴുവനായിട്ടും കർബലയിൽ വെച്ച് കൊന്നുകളഞ്ഞു, ഷഹീദായി. എല്ലാവരെയും. അലി സൈനുൽ ആബിദീൻ എന്ന് പറയുന്ന ഹുസൈൻ ബിൻ അലി റളിയല്ലാഹുവിന്റെ ഒരു മകൻ, ചെറിയ പിഞ്ചോമന കുട്ടി ബാക്കിയായി. അവരിലൂടെയാണ് പിന്നെ ആ സന്താന പരമ്പര ഈ ലോകത്ത് വ്യാപിച്ചത്. നബി കുടുംബത്തിലെ എല്ലാ ആൾക്കാരെയും കൂടെ ഷഹീദാക്കപ്പെട്ടു. അലി റളിയല്ലാഹുവിന്റെ മക്കള്, ജാഫർ റളിയല്ലാഹുവിന്റെ മക്കള്, അഖീൽ റളിയല്ലാഹു അൻഹുവിന്റെ മക്കള്, ഹസൻ റളിയല്ലാഹുവിന്റെ മക്കള്, ഹുസൈൻ റളിയല്ലാഹുവിന്റെ മക്കള്, അങ്ങനെ അഹ്ലു ബൈത്തിൽപ്പെട്ട പ്രഗത്ഭരായ 80-ൽ പരം ആൾക്കാർ അവിടെ ഷഹീദാക്കപ്പെട്ടു കർബലയിൽ വെച്ചിട്ട്. അതൊരു മുഹറം 10-നായിരുന്നു. ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹുവിന്റെ തല ശരീരത്തിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ടു. ആ തല യസീദ് ബിൻ മുആവിയയുടെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. അപ്പൊ അദ്ദേഹം തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു വടിയെടുത്ത് അദ്ദേഹത്തിന്റെ ചുണ്ടിനിങ്ങനെ കുത്തി. അപ്പൊ അടുത്തുണ്ടായിരുന്ന സഹാബാക്കളും മറ്റുള്ള ആൾക്കാരും പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചുംബിച്ച ചുണ്ടാണത്, അള്ളാഹുവിനെ സൂക്ഷിക്കുക. അദ്ദേഹം പേടിച്ചു. അദ്ദേഹം എല്ലാ ബഹുമതികളോടുകൂടിയും ആ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ആ തല മദീനയിലേക്ക് കൊടുത്തയച്ചു. അവിടെ അംർ ബിൻ സഈദ് എന്ന അദ്ദേഹത്തിന്റെ ഗവർണർ ആ തല കഫൻ ചെയ്യുകയും ബഖീഉൽ ഗർഖദിൽ, ജനത്തുൽ ബഖീഉൽ ഗർഖദിൽ മാതാവ് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഖബറിന്റെ അടുക്കൽ അദ്ദേഹത്തിന്റെ ആ തല ഖബറടക്കുകയും ചെയ്തു. ഇന്ന് ഇറാഖിലെ കൂഫയിലും കർബലയിലും അസ്കലാനിലും അങ്ങനെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മഖബറ എന്ന് പറഞ്ഞിട്ട് കാണുന്നതൊക്കെ വ്യാജമാണ്. അതൊരു വലിയ ആരാധനാ കേന്ദ്രമായിട്ടും ഒരു സിയാറത്തിന്റെ കേന്ദ്രമായിട്ടും മാറിയ ഒരു രംഗം നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ എന്താണ്? വ്യാജമാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തല എല്ലാ ബഹുമതികളോടുകൂടിയും ജന്നത്തുൽ ബഖീഉൽ ഗർഖദിലാണ്, ഫാത്തിമ റളിയല്ലാഹു അൻഹ അടുക്കലാണ് ഖബറടക്കിയതെന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ നടത്തിയ ചർച്ചയിൽ അവസാനം അതാണ് റാജിഹായിട്ട് പറയുന്ന അഭിപ്രായം. ഇതാണ് കർബലയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ നബി കുടുംബത്തിൽ 80-ൽ പരം ആൾക്കാർ ഈ കർബലയിൽ വെച്ച് ഷഹീദാക്കപ്പെട്ടത്, ആ സംഭവം കഴിഞ്ഞു. അതുകൊണ്ട് അതിൻ്റെ പേരിൽ ഒരു പ്രത്യേക ആചാരങ്ങളോ പ്രത്യേക ദുഃഖാചരണം അതുപോലെ തന്നെ ആ ദിവസങ്ങളെ നഹ്സായി ദുശ്ശകുനമായി കാണുക എന്നതൊന്നും ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ടതല്ല. ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ദിവസത്തിനും അതിൻ്റെതായ പവിത്രതകൾ നൽകിയിട്ടുണ്ട്. ഒരു ദിവസത്തിലും അള്ളാഹുവിന്റെ തീരുമാനത്തിനപ്പുറം ഒന്നും സംഭവിക്കുന്നില്ല. ആ ദിവസത്തിന് യാതൊരു പ്രത്യേകതയില്ല. ഒരു ദിവസത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ സമസ്തക്കാരൊക്കെ ഈ മുഹറത്തെ ആദ്യത്തെ 10 നഹ്സിന്റെ ദിവസം ദുശ്ശകുനമായി കാണുകയും അതുപോലെ തന്നെ ആ ദിവസങ്ങളിൽ
നല്ല പ്രവർത്തനങ്ങളൊന്നും ആരംഭിക്കാതിരിക്കുകയും എന്തോ ഒരു പേടിയോടുകൂടി കാണുന്ന ഒരു മാനസികാവസ്ഥ നമ്മുടെ നാടുകളിലുണ്ട്. തീർത്തും അത് അനിസ്ലാമികമാണ്. ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവും അതിനില്ല. ഇതാണ് കർബലയും അതുപോലെ തന്നെ ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഷഹാദത്തിനെ സംബന്ധിച്ചും നമുക്ക് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ദീൻ യഥാർത്ഥ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.